മറ്റൊരു രാജ്യത്തിന്റെ മണ്ണിൽ നമ്മുടെ സ്വന്തം എയർ ഇന്ത്യ വൺ പറന്നിറങ്ങുമ്പോൾ അവിടെ കാണുന്നത് നിറഞ്ഞ ചിരിയുമായി വിമാനപ്പടവുകൾ ഇറങ്ങി വരുന്ന ഒരു ജനനേതാവിനെയാണ്. ലോക നേതാക്കളെ മൈ ഫ്രണ്ട് എന്ന ഒരൊറ്റ വിളിയിൽ ചേർത്ത് പിടിക്കുന്ന മോദി പ്രഭാവം ലോകം വീണ്ടും അംഗീകരിച്ചിരിക്കുന്നു. അടുത്ത വീട്ടിലെ പയ്യനെ പോലെ എല്ലാവരോടും പെരുമാറുന്ന ലളിതമായ സ്വഭാവവും ദൃഢമായ തീരുമാനങ്ങളുമാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അമേരിക്കൻ ഡേറ്റ അനലിസ്റ്റ് സ്ഥാപനമായ മോർണിംഗ് കൺസൾട്ട് പുറത്തുവിട്ട ഏറ്റവും പുതിയ ആഗോള സർവേയിൽ 68% അംഗീകാരത്തോടെ നരേന്ദ്രമോദി വീണ്ടും ലോകത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ നേട്ടം കൈവരിക്കുന്നത് സ്വിറ്റ്സർലൻഡ്, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രമുഖ നേതാക്കളെ പിന്നിലാക്കിക്കൊണ്ടാണ്. അതേസമയം സമാധാനത്തിന്റെ വെള്ളരിപ്രാവാകാൻ ശ്രമിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സർവേയിൽ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. ഇറാനിലെ സമീപകാല യുദ്ധ സാഹചര്യങ്ങൾ ട്രംപിന്റെ ജനപ്രീതി 39% താഴ്ത്തി. കാനഡയുടെ മാർക്ക് കാർണിയും ജപ്പാന്റെ സന ടക്കേച്ചിയും പട്ടികയിൽ മുന്നിലെത്തിയപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വൻ തകർച്ച നേരിട്ടു. ഇന്ത്യയുടെ കരുത്തും മോദിയുടെ വ്യക്തിപ്രഭാവവും ആഗോളതലത്തിൽ കൂടുതൽ തിളക്കത്തോടെ തുടരുന്നുവെന്നാണ് ഈ സർവേ ഫലം. ലോക നേതാക്കളുടെ ജനപ്രീതി അളക്കുന്ന ആഗോള സർവേയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഒന്നാമതെത്തി. US ആസ്ഥാനമായുള്ള പ്രശസ്ത ഡേറ്റ അനലിസ്റ്റ് സ്ഥാപനമായ മോർണിംഗ് കൺസൾട്ട് നടത്തിയ ഏറ്റവും പുതിയ സർവേയിലാണ് മോദി ലോകത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 2026 മാർച്ച് 2 മുതൽ മാർച്ച് 8 വരെയുള്ള കാലയളവിലെ വിവരങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. റിപ്പോർട്ട് പ്രകാരം 68% അംഗീകാര നിരക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. സർവേയിൽ ഉൾപ്പെട്ട ലോക നേതാക്കളിൽ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പങ്കെടുത്തവരിൽ 26% പേർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോൾ 6% പേർ കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തിയില്ല. ഓരോ രാജ്യത്തെയും മുതിർന്ന പൗരന്മാരിൽ നിന്ന് ശേഖരിച്ച 7 ദിവസത്തെ റോളിംഗ് ശരാശരിയെ അടിസ്ഥാനമാക്കിയാണ് ഈ റേറ്റിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്. പട്ടികയിൽ മോദിക്ക് തൊട്ടു പിന്നാലെ 2ാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗായ് പാർമെലാണ്. ഇതേ ശതമാനം അംഗീകാരത്തോടെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് 3ാം സ്ഥാനത്തെത്തി. പട്ടികയിലെ മറ്റ് മുൻനിര നേതാക്കൾ ഇവരാണ്: ആൻഡ്രേജ് ബാബിസ്, ചെക്ക് റിപ്പബ്ലിക് 57%, ജാവിയർ മിലൈ, അർജന്റീന 56%, സന ടക്കേഷി, ജപ്പാൻ 56%, മാർക്ക് കാർണി, കാനഡ 55%. അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങൾ പല പ്രമുഖ നേതാക്കളുടെയും ജനപ്രീതിയെ ബാധിച്ചതായി സർവേ വ്യക്തമാക്കുന്നു. ഇറാനിലെ സമീപകാല യുദ്ധ സാഹചര്യങ്ങളെ തുടർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അംഗീകാര നിരക്ക് 39% താഴ്ന്നു. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ 24%, ജർമ്മനിയുടെ ഫ്രെഡറിക് മെർസ് 20% എന്നിവരും പിന്നിലായി. പട്ടികയിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണാണ്. വെറും 17% പേർ മാത്രമാണ് അദ്ദേഹത്തെ അനുകൂലിച്ചത്. അതേസമയം 75% പേരും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തി. ലോകമെമ്പാടുമുള്ള ജനാധിപത്യ രാജ്യങ്ങളിലെ നേതാക്കളോടുള്ള പൊതുജന താൽപര്യം നിരന്തരമായി നിരീക്ഷിക്കുന്ന പദ്ധതിയാണ് മോർണിംഗ് കൺസൾട്ടിന്റെ ഗ്ലോബൽ ലീഡർ അപ്രൂവൽ റേറ്റിംഗ് ട്രാക്കർ. പ്രധാനമന്ത്രി മോദിയുടെ ഈ നേട്ടം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയാണ് സൂചിപ്പിക്കുന്നത്.